Hi everyone. Topology എന്ന പേപ്പറിലെ 7th chapter ആണ് സെപ്പറേഷൻ ആക്സിയംസ്. അതിലെ സെക്കൻഡ് സെക്ഷൻ ആണ് കോമ്പാക്ട്നെസ് ആൻഡ് സെപ്പറേഷൻ ആക്സിയംസ്. അതിൻ്റെ അണ്ടറിലുള്ള ഡെഫിനിഷൻ 2.13 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. A subset S of X is said to be saturated if P inverse of P of S is equal to S. Equivalently, S is saturated if there exists a subfamily C of D, script D, such that S is equal to union of C belongs to C. ഇത് സാച്ചുറേറ്റഡ് സെറ്റിൻ്റെ ടെക്സ്റ്റിലുള്ള ഫോമൽ ഡെഫിനീഷനാണ്. ഇതിന് നമ്മൾ കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണിത്. A set S is said to be saturated with respect to a function P from X to script D. If S is a subset of P's domain X and if whenever P sends 2 points S belongs to X and X belongs to S to the same value then X belongs to X. That is, if P of X is equal to P of S then X belongs to S. Or the set C is called saturated if S is equal to P inverse of P of S. അതായത് നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ട്, പി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അത് എക്സിന്ന് ഡിയിലേക്ക് പോകുന്ന ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമെയിനാണ് എന്ത്, എക്സ്. ആ എക്സിലെ ഒരു സബ്സെറ്റ് എസ് ആണ് എസ്. ആ എസ് സാച്ചുറേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു എ ഫംഗ്ഷൻ പി എന്ന് പറയണമെങ്കിലുള്ള കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. എന്താണ്, വെനെവർ പി സെൻസ് 2 points എസ് ബിലോങ്സ് ടു എസ് ആൻഡ് എക്സ് ബിലോങ്സ് ടു എക്സ് ടു ദ സെയിം വാല്യൂ ദെൻ എക്സ് ബിലോങ്സ് ടു എസ്. അപ്പം എന്താ പറഞ്ഞത്, ഒരു സെറ്റ് ഉണ്ട് എക്സ്, അതേപോലെ അത് അടുത്ത സെറ്റാണ് സ്ക്രിപ്റ്റ് ഡി. അതിലേക്ക് എക്സിന്ന് ഡിയിലേക്ക് പോകുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ പി ആയിട്ട് എടുത്തത്. എക്സിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഒരു എസ്. ഈ എസ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആവും എപ്പോൾ, വിത്ത് റെസ്പെക്ട് ടു പി എന്ന് ഈ എസ് സാച്ചുറേറ്റഡ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് വെനെവർ പി സെൻസ് 2 points, 2 points, അതായത് ഒന്ന് ഈ സെറ്റ് എസ്സിന്ന് ഈ എസ്സിന്ന് എടുക്കുന്നു, ഒരു ചെറിയ സ്മോൾ എസ് എസ്സിന്ന് എടുക്കുന്നു, ആൻഡ് സ്മോൾ എക്സ് ക്യാപിറ്റൽ എക്സ് ആയിട്ടുള്ള ഈ സെറ്റിൽ നിന്ന് എടുക്കണം. അങ്ങനെ ഈ 2 പോയിൻറ്റ്സിൻ്റെയും പി വാല്യൂ, പി എന്ന് പറയുന്ന ഫംഗ്ഷൻ വാല്യൂ ആയിട്ടുള്ള പി ഓഫ് എസ് എക്സും പി ഓഫ് എസ്സും ഈക്വൽ ആണെങ്കിൽ ഒരു വാല്യൂയിലോട്ടാണ് ഈ 2 പോയിൻറ്റ്സും ഒരേ വാല്യൂ വി എന്ന് പറയുന്ന വാല്യൂയിലേക്കാണ് പോകണമെങ്കിൽ ഈ എക്സ് ഏതിലേക്ക് ഉണ്ടാവണം, എസ്സിൽ ഉണ്ടാവുമെങ്കിൽ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എസ് ആണെങ്കിൽ ഈ എസ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സെറ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഡെഫിനിഷൻ. ദാറ്റ് ഈസ് ഇഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എസ് ദെൻ എക്സ് ബിലോങ്സ് ടു എസ് ആണെങ്കിൽ ദെൻ എസ് ഇസ് സെറ്റ് ടു ബി സാച്ചുറേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഫംഗ്ഷൻ പി ഫ്രം എക്സ് ടു സ്ക്രിപ്റ്റ് ഡി. അതായത് എന്താണ്, ഒരു പി എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് എക്സ് ടു സ്ക്രിപ്റ്റ് ഡി ആണെങ്കിൽ എക്സിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ് എസ്. ഈ എസ്സിന് നമ്മൾ സാച്ചുറേറ്റഡ് സെറ്റ് എന്ന് പറയണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു പി പറയണമെങ്കിൽ ഒരു 2 പോയിൻറ്റ്സ് എടുക്കുന്നു. എക്സിത്തെ ഒരു പോയിന്റ് എക്സ് ആയിട്ടും എസ്സിലെ ഒരു പോയിന്റ് എസ് ആയിട്ടും എടുക്കുന്നു. അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ, ഈ പി ഫംഗ്ഷൻ വാല്യൂ സെയിം ഒരേ വാല്യൂയിലേക്കാണ് പോകുന്നതെങ്കിൽ ടു ദ സെയിം വാല്യൂ, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എസ് ആണെങ്കിൽ അത് എസ് ഈസ് സെറ്റ് ടു ബി സാച്ചുറേറ്റഡ്. ഇതാണ് സാച്ചുറേറ്റഡ് സെറ്റിൻ്റെ ഡെഫിനിഷൻ. ഓർ ദ സെറ്റ് എസ് ഈസ് സെറ്റ് ടു ഈസ് കോൾഡ് സാച്ചുറേറ്റഡ് ഇഫ് എസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എസ്. പി ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എസ് തന്നെ കിട്ടുകയാണെങ്കിൽ, അത് തന്നെയാണ് ഇതിൻ്റെ സെയിം മീനിങ് തന്നെയാണ്, അത് ജസ്റ്റ് വേറെ രീതിയിൽ എഴുതി തന്നെയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എസ് ആണെങ്കിൽ ഈ എസ് ഇസ് സെറ്റ് ടു ബി സാച്ചുറേറ്റഡ് സെറ്റ്. ഇനി പറയാൻ പോകുന്നത് സാച്ചുറേറ്റഡ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. Note that for any A belongs to X, the set P inverse of P of A is always saturated. അതായത് ഒരു A belongs to X ഉണ്ടെങ്കിൽ അതിൻ്റെ സെറ്റ് P inverse of P of A എന്ന് പറയുന്ന സെറ്റ് എപ്പോഴും അത് സാച്ചുറേറ്റഡ് ആയിരിക്കും. അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ പറഞ്ഞതാണ്, ഒരു പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എ എന്ന് പറയുന്നത് എ തന്നെ ആണെങ്കിൽ അത് സാച്ചുറേറ്റഡ് ആയിരിക്കുന്നു. അതേപോലെ ഏതൊരു പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എ എന്ന് പറയുന്ന സെറ്റ് എ സബ്സെറ്റ് ഓഫ് എക്സ് ആണെങ്കിലും ആ പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എ എന്ന് പറയുന്നത് ഓൾവേസ് സാച്ചുറേറ്റഡ് ആയിരിക്കും. അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. Also, the complement of a saturated subset is saturated.
ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാച്ചുറേറ്റഡ് സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ആ സബ്സെറ്റും അതെന്ത് തന്നെയാണ്? ഒരു സാച്ചുറേറ്റഡ് സബ്സെറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു സാച്ചുറേറ്റഡ് സബ്സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ്, സാച്ചുറേറ്റഡ് സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ ഡൊമെയിനാണ് എക്സ്. ആ എക്സിലെ സബ്സെറ്റ് ആയിരിക്കും എ. അങ്ങനെ ഒരു സെറ്റ് എ ഉണ്ടെങ്കിൽ അത് സാച്ചുറേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള എ കോംപ്ലിമെൻറ്റും സാച്ചുറേറ്റഡ് സബ്സെറ്റ് തന്നെ ആയിരിക്കും. അതാണ് മീൻ ചെയ്യുന്നത്. ഇനി നോട്ട് ഓൾസോ ദാറ്റ് ഇഫ്, അടുത്ത പോയിന്റാണ്, നോട്ട് ഓൾസോ ദാറ്റ് ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി ഡിസ്ജോയിൻറ്റ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് സാച്ചുറേറ്റഡ് ദെൻ പി ഓഫ് എ ആൻഡ് പി ഓഫ് ബി ആർ മ്യൂച്വലി ഡിസ്ജോയിൻറ്റ്. അതായത് രണ്ട് മ്യൂച്വലി ഡിസ്റ്റോയിൻ്റ് ആയിട്ടുള്ള സെറ്റ്സ് എയും ബിയും എടുക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സെറ്റെങ്കിലും എയോ അല്ലെങ്കിൽ ബിയോ ഏതെങ്കിലും ഒന്ന് സാച്ചുറേറ്റഡ് ആണെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്ത്? പി ഓഫ് എയും പി ഓഫ് ബിയും മ്യൂച്വലി ഡിസ്റ്റോയിൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തായത് എയും ബിയും മ്യൂച്വലി ഡിസ്റ്റോയിൻ്റ് ആയിട്ടുള്ള സെറ്റ്സ് ആണെങ്കിൽ അതിൽ അതും പിന്നെ ഇതിലേതെങ്കിലും ഒരു എയോ ബിയോ സാച്ചുറേറ്റഡ് ആണെങ്കിൽ പി ഓഫ് ബിയോ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ഓഫ് എയും പി ഓഫ് ബിയും മ്യൂച്വലി ഡിസ്റ്റോയിൻ്റ് ആണെന്ന് പറയാൻ പറ്റും. In terms of saturated set, we will now tell when the projection map is closed. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു പ്രൊപ്പോസിഷൻ ആണ്. അതെന്ന് പറയുന്നത് ഒരു പ്രൊജക്ഷൻ മാപ്പ് ക്ലോസ്ഡ് ആയിരിക്കും എങ്ങനെ, അത് സാച്ചുറേറ്റഡ് സെറ്റ്സിൻ്റെ ടേംസിൽ പറയുന്നതാണ്. അതിൻ്റെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അത് നമുക്ക് നോക്കാം. Proposition 2.14 quotient map P from X to script D is closed if and only if for any D belongs to script D and any open set G in X containing D, there exists a saturated open set H such that D subset of H subset of G. അതായിട്ട് നമ്മൾ ഒരു കോഷ്യൻ മാപ്പ് ഉണ്ട് പി ഫ്രം എക്സ് ടു സ്ക്രിപ്റ്റ് ഡി. അത് ക്ലോസ്ഡ് ആണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് ഇത്. അപ്പം ആദ്യം നമുക്ക് കോഷ്യൻ മാപ്പ് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് ഒരു കോഷ്യൻ മാപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു രണ്ട് ടോപ്പോളജിക്കൽ സ്പേസ് എക്സും വൈയും എടുക്കുകയാണെങ്കിൽ ഒരു മാപ്പ് പി ഫ്രം എക്സ് ടു വൈ ഇസ് സെറ്റ് ടു ബി കോഷ്യൻ മാപ്പ് ഈഫ്. അത് പി ഫ്രം എക്സ് ടു വൈ ഒരു കോഷ്യൻ മാപ്പാണ് എപ്പോൾ ഈഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ടു പ്രോപ്പർട്ടീസ്. ഈ രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു കോഷ്യൻ മാപ്പ്. ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. ഫസ്റ്റ് വൺ, പി ഈസ് സർജക്റ്റീവ് ഓർ ഓൺ ടു മാപ്പ്. പി എന്ന് പറയുന്ന ഒരു ഓൺ ടു മാപ്പ് ആയിരിക്കണം. എന്താണ് ഓൺ ടു മാപ്പിംഗ് നമുക്കറിയാം. ഫോർ എവറി എലമെന്റ് ഇൻ വൈ ദർ മസ്റ്റ് ഹാവ് അറ്റ് ലീസ്റ്റ് വൺ പ്രീ ഇമേജ് ഇൻ സെറ്റ് എക്സ്. അപ്പോൾ ഒരു വൈ എന്ന് പറയുക എക്സ് വൈ എന്ന് പറയുന്നത് ഒരു പി ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഫോർ എവറി എലമെന്റ് ഇൻ വൈ ദർ മസ്റ്റ് ഹാവ് അറ്റ് ലീസ്റ്റ് വൺ പ്രീ ഇമേജ് ഇൻ എക്സ്. ഒരു എല്ലാ വൈനും ഒരു പി ഇൻവേഴ്സ് വൈ എക്സിൽ, എല്ലാ വൈനും പി ഇൻവേഴ്സ് ഓഫ് വൈ ഇൻ എക്സിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി സെക്കൻഡ് വൺ, എനി സബ്സെറ്റ് യു ഓഫ് വൈ ഈസ് ഓപ്പൺ ഇൻ വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ഇൻവേഴ്സ് ഓഫ് യു ഈസ് ഓപ്പൺ ഇൻ എക്സ്. അതായത് ഇങ്ങനെ ഒരു മാപ്പിംഗ് ആണെങ്കിൽ വൈയിൽ ഒരു സബ്സെറ്റ് യു എന്ന് പറയുന്നത് ഓപ്പൺ ആണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിൻ്റെ പി ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നതും ഓപ്പൺ ആണ് ഇൻ എക്സിൽ. യു ഇൻ വൈ ഓപ്പൺ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ഇൻവേഴ്സ് ഓഫ് യു ഓപ്പൺ ഇൻ എക്സ് ആണെങ്കിൽ അങ്ങനെ അതൊരു കണ്ടീഷൻ. ഈ രണ്ട് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആണ് ഈ മാപ്പിങ്ങിന് നമ്മളൊരു കോഷ്യൻ മാപ്പ് എന്ന് പറയാം. ഇതിൻ്റെ സെയിം നമുക്ക് ഒരു ക്ലോസ്ഡ് സെറ്റിൻ്റെ ടേംസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഈ സെക്കൻഡ് പ്രോപ്പർട്ടിക്ക് പകരം എനി സബ്സെറ്റ് ബി ഓഫ് വൈ ഈസ് ക്ലോസ്ഡ് ഇൻ വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ഇൻവേഴ്സ് ഓഫ് ബി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്. ഇതും ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ തന്നെയാണ് കോഷ്യൻ മാപ്പിംഗ്. ഇനി പ്രപ്പോസിഷനിലേക്ക് കടക്കാം. നമ്മൾ കോഷ്യൻ മാപ്പിൻ്റെ ഡെഫിനേഷനാണ് നോക്കിയത്. ഇനി കോഷ്യൻ മാപ്പ് പി ഫ്രം എക്സ് ടു സ്ക്രിപ്റ്റ് ഡി ഈസ് ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ അതേപോലെ ഒരു കോഷ്യൻ മാപ്പ് ഫ്രം എക്സ് ടു സ്ക്രിപ്റ്റ് ഡി ഉണ്ട്, അത് ക്ലോസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഫോർ എനി ഡി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ഡി ആൻഡ് എനി ഓപ്പൺ സെറ്റ് ജി കണ്ടെയ്നിങ് ഡി. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഡിയിൽ ഒരു എലമെന്റ് ആണ് ഡി ആയിട്ട് എടുക്കുക. ആ ഡി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ജി ആയിട്ട് എടുക്കുക. അങ്ങനെയുണ്ടെങ്കിൽ there exists a saturated open set H such that D subset of H subset of G എന്നാണ് കാണിക്കേണ്ടത്.
എന്ന് വെച്ചാൽ എന്താണ്, ഡിയിൽ ഒരു ഡി എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടെങ്കിൽ, സ്ക്രിപ്റ്റ് ഡിയിൽ ഡി എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ജി ഉണ്ടെങ്കിൽ അപ്പോൾ എന്താണ്, ഡി സബ്സെറ്റ് ഓഫ് ജി ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സാച്ചുറേറ്റഡ് ഓപ്പൺ സെറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ഡി സബ്സെറ്റ് ഓഫ് എച്ച് സബ്സെറ്റ് ഓഫ് ജി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എച്ച് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയതുകൊണ്ട് ആദ്യം ഈ പാർട്ട് അസ്യൂം ചെയ്തിട്ട് ഈ പാർട്ട് എന്ത് ചെയ്യുന്നു, പ്രൂവ് ചെയ്യണം. അതേപോലെ നമ്മൾ കോൺവേഴ്സ് പാർട്ടും ചെയ്യണം. പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുവരെ അസ്യൂം ചെയ്യുന്നു, എന്നിട്ട് ഒരു ഓപ്പൺ സാച്ചുറേറ്റഡ് ഓപ്പൺ സെറ്റ് എച്ച് എക്സിസ്റ്റ് ചെയ്യുന്നു കാണിക്കണം. അപ്പം assume P is closed and D belongs to script D and any open subset G of X containing D. അതുവരെ അസ്യൂം ചെയ്തു. ഇനി ലെറ്റ് K is equal to P inverse of P of X minus G and H is equal to X minus K എന്നും നമ്മൾ എടുക്കുന്നു, ലെറ്റ് ചെയ്യുന്നു. അപ്പോൾ ദെൻ K is closed ആയിരിക്കും. എങ്ങനെയാണ്, X minus G is closed. അതെങ്ങനെയാണ് നോക്കുക, K എങ്ങനെ ക്ലോസ്ഡ് ആവുമെന്ന് നോക്കാം. അതായത് ഒരു ഓപ്പൺ സബ്സെറ്റാണ് ജി എന്ന് പറയുന്നത്, ഓപ്പൺ ആണ് ഇൻ എക്സിൽ. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള എക്സ് മൈനസ് ജി എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എക്സ് മൈനസ് ജി ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് പി ക്ലോസ്ഡ് ആണ്. അപ്പോൾ പി ഓഫ് എക്സ് മൈനസ് ജി എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. ഇനി പി ക്ലോസ്ഡ് ആണെങ്കിൽ എന്താണ്, പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എക്സ് മൈനസ് ജി എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. ഇത് എന്ത് തന്നെയാണ്, പക്ഷേ കെ ആണ്. പി ഇൻവേഴ്സ് പി ഓഫ് എക്സ് മൈനസ് ജി എന്ന് പറയുന്നത് കെ തന്നെയാണ്. അതായിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ കെയും ക്ലോസ്ഡ് ആയി കിട്ടി. ഇനി എച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് കെ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ കെ ക്ലോസ്ഡ് ആണെങ്കിൽ എക്സ് മൈനസ് കെ എന്ന് പറയുന്നത് എന്താണ്, എക്സ് മൈനസ് കെ ഈക്വൽ ടു എച്ച് എന്താണ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ കെ ക്ലോസ്ഡ് ആണെങ്കിൽ എക്സ് മൈനസ് കെ എന്ന് പറയുന്ന എച്ച് എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എച്ച് ഓപ്പൺ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ഫോർ എനി നമ്മൾ സാച്ചുറേറ്റഡ് സെറ്റിൻ്റെ നോട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഫോർ എനി എ സബ്സെറ്റ് ഓഫ് എക്സ് ദ സെറ്റ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എ ഈസ് ഓൾവേസ് സാച്ചുറേറ്റഡ്. അപ്പോൾ ഏതൊരു ഫോം, ഇതിപ്പോൾ എക്സ് മൈനസ് ജി എന്നിട്ട് എ എടുക്കുക. അപ്പോൾ എക്സ് മൈനസ് ജി സബ്സെറ്റ് ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എക്സ് മൈനസ് ജി എന്തായിരിക്കും, ആ ഫോം പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എ എന്ന് പറയുന്ന ഏതൊരു ഫോമും സാച്ചുറേറ്റഡ്, ഓൾവേസ് സാച്ചുറേറ്റഡ് ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എക്സ് മൈനസ് ജി എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇതെന്താണ്, കെ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആണെന്ന് കിട്ടി. കെ സാച്ചുറേറ്റഡ് ആണെങ്കിൽ നമ്മൾ എച്ച് എന്താണ്, എക്സ് മൈനസ് കെ ആണ്. അപ്പോൾ കെയിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എച്ച്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു സാച്ചുറേറ്റഡ് സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് സെറ്റും എന്ത് തന്നെയായിരിക്കും, സാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇംപ്ലൈസ് എച്ചും സാച്ചുറേറ്റഡ് ആയിരിക്കും. ദാറ്റ് ഈസ് കോംപ്ലിമെൻറ്റ് ഓഫ് സാച്ചുറേറ്റഡ് സെറ്റ് ഈസ് സാച്ചുറേറ്റഡ്. കെ കോംപ്ലിമെൻ്റ് ആണ് എന്ത്, എച്ച്. അപ്പോൾ എച്ചും എന്തായിരിക്കും, സാച്ചുറേറ്റഡ് ആയിരിക്കും. ഇനി അടുത്തത് ലെറ്റ് നമുക്ക് നമുക്ക് എന്താ കാണിക്കേണ്ടത്, എച്ച് സബ്സെറ്റ് ഡി സബ്സെറ്റ് ഓഫ് എച്ച് സബ്സെറ്റ് ഓഫ് ജി എന്നാണ് കാണിക്കേണ്ടത്. അതാണ് നമ്മുടെ തിയറത്തിൽ കാണിക്കേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഡി സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് പ്രൂവ് ചെയ്യണു, അതേപോലെ എച്ച് സബ്സെറ്റ് ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്തിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഈ സംഭവം പ്രൂവ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡി സബ്സെറ്റ് ഓഫ് എച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എച്ചിലൊരു എലമെൻറ്റ് ആയിട്ട് എക്സ് എടുക്കുന്നു. ദാറ്റ് ഈസ് ലെറ്റ് എക്സ് ബിലോങ്സ് ടു എച്ച് എന്നെടുക്കുന്നു. അപ്പോൾ എന്താണ്, എച്ച് എന്താണ്, എക്സ് മൈനസ് കെ. അപ്പോൾ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എക്സ് മൈനസ് കെ ആണ്. അപ്പോൾ എക്സ് മൈനസ് കെയിലാണ് എക്സ് ഉള്ളതെങ്കിൽ കെയിൽ എന്തുണ്ടാവില്ല, എക്സ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഇംപ്ലൈസ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു കെ. നമുക്കറിയാം എക്സ് മൈനസ് ജി എന്ന് പറയുന്നത് കെയിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പം എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു കെ ആണെങ്കിൽ, കെ തന്നെ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള എക്സ് മൈനസ് ജിയിലും എക്സ് ഉണ്ടാവില്ല. അതായത് ഇംപ്ലൈസ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ് മൈനസ് ജി. എക്സ് മൈനസ് ജിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, അത് ജിയിൽ ഉണ്ടാവുമെന്നാണ് അർത്ഥം. എക്സ് മൈനസ് ജിൻ്റെ കോംപ്ലിമെൻറ്റ് ജി ആണല്ലോ. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ജി കിട്ടി. അപ്പോൾ നമ്മൾ എക്സ് ബിലോങ്സ് ടു എച്ച് എന്ന് എടുക്കുമ്പോൾ നമുക്ക് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ജി എന്ന് കിട്ടി. അപ്പോൾ എന്താ, ഒരു സെറ്റ് മറ്റൊരു സെറ്റിന് സബ്സെറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് സെറ്റിൽ ഒരു ആർബിട്രറി എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് സെക്കൻഡ് സെറ്റിലും ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ നമുക്കിവിടെ എക്സ് ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ജി എന്ന് കിട്ടി. അപ്പോൾ എന്താണ്, നമുക്ക് എച്ച് സബ്സെറ്റ് ഓഫ് ജി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് വെച്ചു. ഇനി നമുക്ക് അടുത്തത് പ്രൂവ് ചെയ്യേണ്ടത് ഡി സബ്സെറ്റ് ഓഫ് എച്ച് എന്നാണ്. അപ്പോൾ നമ്മൾ ഡിയിൽ ഒരു ആർബിട്രറി എലമെൻറ്റ് ആയിട്ട് എക്സ് എടുക്കണം.
ഇനി നമുക്കറിയാം ഡി സബ്സെറ്റ് ഓഫ് ജി ആണ്. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ജി എന്ന് പറയുന്നത് കണ്ടെയ്നിങ് ഡി. അപ്പോൾ ഡി എന്ന് പറയുന്നത് ജിൻ്റെ ഒരു സബ്സെറ്റാണ്. ഡി സബ്സെറ്റ് ഓഫ് ജി. അങ്ങനെയാണെങ്കിൽ പി എന്താണ്? ക്ലോസ്ഡ് ആണ്. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് ഈക്വൽ ടു ഡി എന്താണ്? പി ഓഫ് എക്സ് മൈനസ് ജിയിൽ ഉണ്ടാവില്ല. കാരണം ജിയിൽ ഇല്ലെങ്കിൽ ഡിയിൽ ഉണ്ടാവില്ല. അപ്പോൾ പി ഓഫ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു പി ഓഫ് എക്സ് മൈനസ് ജി. ഇനി എക്സ് മൈനസ് ജിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് മൈനസ് ജിയിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ് മൈനസ് ജി. അതായത് എക്സ് മൈനസ് ജി എന്താണ്? നമുക്ക് പി ഇൻവേഴ്സ് പി ഓഫ് എക്സ് മൈനസ് ജി സാച്ചുറേറ്റഡ് ആണെന്ന് അറിയാം. നമ്മൾ അത് പ്രൂവ് ചെയ്തതാണ്. കാരണം ഇതാ കെ സാച്ചുറേറ്റഡ് ആണ്. പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എക്സ് മൈനസ് ജി സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ സാച്ചുറേറ്റഡ് സെറ്റിൻ്റെ ഡെഫിനിഷനിൽ പഠിച്ചിട്ടുണ്ട്. പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എസ് എന്ന് പറയുന്നത് എസ് തന്നെയാണ്. അതായത് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എക്സ് മൈനസ് ജി എന്ന് പറയുന്നത് എക്സ് മൈനസ് ജി തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ് മൈനസ് ജി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും implies x does not belongs to p inverse of p of x minus j. കാരണം ഇതെന്തും ഈക്വൽ ആണ്. അപ്പോൾ x does not belongs to x minus g implies x does not belongs to p inverse of p of x minus g. ഇനി p inverse of p of x minus g എന്ത് തന്നെയാണ്? അതിനെയാണ് നമ്മൾ k ആയിട്ട് എടുത്തത്. അപ്പോൾ x does not belongs to p inverse of p of x minus j g implies x does not belongs to k. ഇനി kൻ്റെ വാല്യൂ കെ എന്ത് തന്നെയാണ്? എക്സ് മൈനസ് എച്ച് ആണ്. കാരണം എന്താ? എച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് കെ എന്ന് പറഞ്ഞാൽ കെ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച് ആണ്. അപ്പോൾ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു കെ ഇംപ്ലൈസ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ് മൈനസ് എച്ച്. ദെൻ വിച്ച് ഇംപ്ലൈസ് എക്സ് മൈനസ് എച്ചിൽ എക്സ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എച്ചിൽ എക്സ് എവിടെ ഉണ്ടാവും? എച്ചിലുണ്ടാവും. എക്സ് മൈനസ് എച്ചിലില്ലെങ്കിൽ എക്സ് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എച്ച്. അപ്പോൾ എന്ത് കിട്ടി? നമ്മൾ ആദ്യം ലെറ്റ് എക്സ് ബിലോങ്സ് ടു ഡി എന്ന് എടുത്തു. വിച്ച് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എച്ച് എന്നാണ് കിട്ടിയത്. അപ്പോൾ എന്താണ്? ഡി ഒരു എച്ചിൻ്റെ സബ്സെറ്റാണ്. അത് സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ എച്ച് സബ്സെറ്റ് ഓഫ് ജി എന്നും പ്രൂവ് ചെയ്തു. അതേപോലെ ഡി സബ്സെറ്റ് ഓഫ് എച്ച് എന്നും രണ്ട് സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനോട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡി സബ്സെറ്റ് ഓഫ് എച്ച് സബ്സെറ്റ് ഓഫ് ജി. ഇതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പി ക്ലോസ്ഡ് ആണെന്ന് അസ്യൂം ചെയ്ത് ഫസ്റ്റ് പാർട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഡി സബ്സെറ്റ് ഓഫ് എച്ച് സബ്സെറ്റ് ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ അസ്യൂം ചെയ്തിട്ട് പി ക്ലോസ്ഡ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കോൺവേഴ്സ് പാർട്ട് നോക്കാം. ദാറ്റ് ഈസ് കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് ഗിവൺ കണ്ടീഷൻ ഹോൾഡ്സ്. ഗിവൺ കണ്ടീഷൻ ഹോൾഡ്സ് എന്ന് പറയുമ്പോൾ ഏതാണ് കണ്ടീഷൻ? ഇതാ for any d belongs to script d and any open set g in x containing d there exists a saturated open set h such that d subset of h subset of g. ഇത് അസ്യൂം ചെയ്തിട്ട് നമുക്ക് p ക്ലോസ്ഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇനി സപ്പോസ് ഒരു സി എടുക്കുന്നു. സി ഈസ് എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നു. വി ഹാവ് ടു ഷോ ദാറ്റ് പി ഓഫ് സി എന്താണ്? പി ഓഫ് സി ക്ലോസ്ഡ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി ഈസ് ക്ലോസ്ഡ്. പി ഓഫ് സി ക്ലോസ്ഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് പകരം എന്ത് ചെയ്താലും മതി, നമുക്ക് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പി ഓഫ് സി അതിൻ്റെ കൂടെ തന്നെ ക്ലോസ്ഡ് ആയിട്ട് പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെറ്റ് വി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി. എക്സ് മൈനസ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി എന്ന് പറയുന്നത് വി ആയിട്ട് സപ്പോസ് ചെയ്യണം. നമ്മൾ ക്ലെയിം ചെയ്യാണ് വി ഈസ് നൈബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ്. നൈബർഹുഡ് ആണെങ്കിൽ അത് വി എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് വി ഓപ്പൺ ആണെന്ന് കാണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പി ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി എന്ന് പറയുന്നത് വി ആണ്. അപ്പോൾ പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി ക്ലോസ്ഡ് ആയിട്ട് കിട്ടും. വി ഓപ്പൺ ആണെങ്കിൽ പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി ക്ലോസ്ഡ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വി ഓപ്പൺ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ ക്ലെയിം. അത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് പി ഓഫ് സി ഇസ് ഈക്വൽ ടു നമ്മൾ സപ്പോസ് ചെയ്യണം പി ഓഫ് സി ഇസ് ഈക്വൽ ടു സെറ്റ് ഡി സച്ച് ദാറ്റ് സി ഇൻ്റർസെക്ഷൻ ഡി നോട്ട് ഈക്വൽ ടു 5. ഇനി പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി എന്തായിരിക്കും? ഇതിൻ്റെ ഇങ്ങനത്തെ പി ഓഫ് സികളുടെ യൂണിയൻ ആയിരിക്കും പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി. ദാറ്റ് ഈസ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി ഇസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് സെറ്റ് ഡി സച്ച് ദാറ്റ് സി ഇൻ്റർസെക്ഷൻ ഡി നോട്ട് ഈക്വൽ ടു 5. ഇങ്ങനത്തെ ഫോമിലുള്ള എല്ലാ സെറ്റുകളുടെയും യൂണിയൻ ആയിരിക്കും പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി. അപ്പോൾ ഇതിന് എക്സ് മൈനസ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി എന്തായിരിക്കും? എക്സ് മൈനസ് ഇസാണ്. എക്സ് മൈനസ് ഇത് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഇത്. അപ്പോൾ എക്സ് മൈനസ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് യൂണിയൻ ഓഫ് സെറ്റ് ഡി സച്ച് ദാറ്റ് സി ഇൻ്റർസെക്ഷൻ ഡി ഇസ് നോട്ട് ഈക്വൽ ടു 5. ദെയർഫോർ നമുക്ക് ഈ സാധനം എന്താണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്? വി ആണെന്നാണ്. വി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി. അപ്പോൾ വി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് യൂണിയൻ ഓഫ് സെറ്റ് ഡി സച്ച് ദാറ്റ് സി ഇൻ്റർസെക്ഷൻ ഡി ഇസ് നോട്ട് ഈക്വൽ ടു 5 എന്ന് കിട്ടി.
ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഇക്വേഷൻ കിട്ടിയതിൻ്റെ V is the union of those members of D which are disjoint from C. ഡിയിലെ സിയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഡിയിലെ മെമ്പേഴ്സാണ് V എന്നാണ് നമുക്ക് കിട്ടിയത്. അതായത് V എന്താണ്? V is disjoint from C എന്നാണ് കിട്ടിയത്. അതായത് V intersection C is equal to 5. V intersection C equal to 5 എന്ന് പറഞ്ഞാൽ എന്താണ്? V എന്ന് പറയുന്നത് is a subset of x minus C. എക്സിൽ സികൾ ആയിട്ട് V ഇൻ്റർസെക്ഷൻ ഇല്ല, അപ്പോൾ എക്സ് മൈനസ് സിയിൽ V ഉണ്ടാവും എന്നാണ് അർത്ഥം. അപ്പോൾ V സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ C സബ്സെറ്റ് ഓഫ് എന്തായിരിക്കും? എക്സ് മൈനസ് വി ആയിരിക്കും. V സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സി ആണെങ്കിൽ C സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് വി ആയിരിക്കും. അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ C സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് വി എന്ന് കിട്ടി. C സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് വി, വിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വിൻ്റെ നമ്മൾ വി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി എന്ന് എടുക്കുന്നു. അപ്പോൾ ഇത് എക്സും ക്യാൻസൽ ചെയ്ത് പോകുന്നു. അതിപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C സബ്സെറ്റ് ഓഫ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി എന്ന് കിട്ടും. അങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഒരു എക്സ് ബിലോങ്സ് ടു വി എന്ന് എടുക്കുകയാണ്. ഓൾസോ ലെറ്റ് എക്സ് ബിലോങ്സ് ടു വി, ലെറ്റ് ഡി ബി ദ യൂണിക് മെമ്പർ ഓഫ് സ്ക്രിപ്റ്റ് ഡി കണ്ടെയ്നിങ് എക്സ്. നമ്മൾ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് അസ്യൂം, നമ്മൾ സെക്കൻഡ് പാർട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതായത് ഫോർ D belongs to script D and any open set G in X containing D, there exists a saturated open set H such that D subset of H subset of G. അതാണ് നമ്മുടെ അസംഷൻ. എന്നിട്ട് നമ്മൾ P ക്ലോസ്ഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ അത് അസ്യൂം ചെയ്യുമ്പോൾ എക്സ് ബിലോങ്സ് ടു വി എന്ന് എടുത്തു. പിന്നെ D be the unique member of script D containing X. ഡിയിലെ ഒരു എലമെൻ്റ് ആണ് സ്ക്രിപ്റ്റ് ഡി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ഡി ആണ്, അതറിയാം. അപ്പോൾ വി ഹാവ് ഡി സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സി ഈസ് ഓപ്പൺ. ഡി ഓപ്പൺ ആണ്, ഓപ്പൺ സെറ്റായി ജിൻ്റെ ഒരു എലമെൻ്റാണ് ഡി. അപ്പോൾ നമ്മൾ ഡി ഓപ്പൺ ആയിരിക്കും, ഈ ജി ആയിട്ട് നമ്മൾ എക്സ് മൈനസ് സിനെ എടുക്കുകയാണ്. അപ്പോൾ വി ഹാവ് ഡി സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ഓപ്പൺ. ഇനി ഗിവൺ കണ്ടീഷനാണ്, അതുതന്നെയാണ് there exists a saturated open set H such that D subset of H subset of G എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് സി. Then H is a union of some members of script D. അതായത് D എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ഡിയിലൊരു എലമെൻ്റ് ആണ്. അപ്പോൾ എന്താണ്? D സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സി ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ H ഉണ്ടെങ്കിൽ H എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് എ യൂണിയൻ ഓഫ് സം മെമ്പേഴ്സ് ഓഫ് സ്ക്രിപ്റ്റ് ഡി ആയിരിക്കും. അതാണ്, അപ്പോൾ അത്രേ പറയുള്ളൂ. ഇനി D സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സി ആയിരിക്കും. D സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സി ആണ്. അപ്പോൾ എക്സ് മൈനസ് സി നമ്മൾ നോക്കിയിട്ടുണ്ട്, ദാറ്റ് ഈസ് വി സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സി എന്ന്. അപ്പോൾ ഇവിടെ ഡി സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സി ആണ്. അപ്പോൾ വി സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സി പറഞ്ഞാൽ ഡി സബ്സെറ്റ് ഓഫ് വി തന്നെയായിരിക്കും. ഇംപ്ലൈസ് ഡി സബ്സെറ്റ് ഓഫ് എച്ച് സബ്സെറ്റ് ഓഫ് വി. അപ്പോൾ നമ്മൾ എക്സ് മൈനസ് സിന് പകരം വി കൊടുക്കണം. അപ്പോൾ ഡി സബ്സെറ്റ് ഓഫ് എച്ച് സബ്സെറ്റ് ഓഫ് വി എന്ന് കിട്ടി. അതായത് എച്ച് സബ്സെറ്റ് ഓഫ് വി എന്ന് കിട്ടി. ഇനി therefore എന്താണ്? എക്സ് ബിലോങ്സ് ടു ഡി എന്ന് എടുത്തത്, അത് ഡി സബ്സെറ്റ് ഓഫ് എച്ച് സബ്സെറ്റ് ഓഫ് വി എന്ന് കിട്ടി. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ഡി സബ്സെറ്റ് ഓഫ് എച്ച് സബ്സെറ്റ് ഓഫ് വി ഷോസ് ദാറ്റ് വി ഇസ് ദ നൈബർഹുഡ് ഓഫ് എക്സ്. അപ്പോൾ എക്സിൻ്റെ ഒരു നൈബർഹുഡ് ആയിരിക്കുമല്ലോ വി. ഡി സബ്സെറ്റ് ഓഫ് എച്ച് സബ്സെറ്റ് ഓഫ് വി ആണ്. അപ്പോൾ എക്സ് ഡിയിലുണ്ടെങ്കിൽ വി എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു നൈബർഹുഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് എന്താണ്? വി എന്ന് പറയുന്നത് ഓപ്പൺ ആണെന്ന് നമുക്ക് കിട്ടി. നൈബർഹുഡ് ആണെങ്കിൽ അതൊരു ഓപ്പൺ സെറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വി നൈബർഹുഡായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ആയിരിക്കും. ലെറ്റ് എക്സ് മൈനസ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി ഈസ് ഓപ്പൺ. വി എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് എക്സ് മൈനസ് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി തന്നെയാണ്. അപ്പോൾ വി ഓപ്പൺ ആണെങ്കിൽ ഇത് ഓപ്പൺ ആണ്. അതായത് എക്സ് മൈനസ് ഈ സാധനം ഓപ്പൺ ആണെങ്കിൽ നമ്മൾ ഈ പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്കിത് പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് സി ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം പി ഓഫ് സി ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളപ്പോൾ ആദ്യം എന്താ ചെയ്തത്? കോൺവേഴ്സ് പാർട്ട് ഇത് അസ്യൂം ചെയ്തു. ഡി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ഡി ആൻഡ് ഓപ്പൺ സെറ്റ് ജി ഇൻ എക്സ് കണ്ടെയ്നിങ് ഡി ദർ എക്സിസ്റ്റ് സാച്ചുറേറ്റഡ് ഓപ്പൺ സെറ്റ് എച്ച് സച്ച് ദാറ്റ് ഡി സബ്സെറ്റ് ഓഫ് എച്ച് സബ്സെറ്റ് ഓഫ് ജി എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതാണ് നമ്മളപ്പോൾ രണ്ട് പാർട്ടും നമ്മൾ നേരെ നോക്കിയിട്ട് പഠിക്കുക. ഇതാണ് പ്രപ്പോസിഷൻ. അപ്പോൾ പി ക്ലോസ്ഡ് ആണെങ്കിൽ ഇത് ഒരു എച്ച് സാച്ചുറേറ്റഡ് ഓപ്പൺ സെറ്റ് ഉണ്ടാവുന്നു. ഇത് ഇങ്ങനെ അസ്യൂം ചെയ്താൽ പി ക്ലോസ്ഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. താങ്ക് യു.